പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉണ്ട് കേരളത്തിൽ, അതൊരു സത്യമാണ്. അവിടെ പ്രകൃതിയെ ചൂഷണം ചെയ്താൽ പ്രകൃതി നൽകുന്ന തിരിച്ചടി ഒന്നും നമുക്ക് താങ്ങാൻ സാധിക്കുന്നതല്ല. അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പക്ഷേ മനുഷ്യനെ താമസിക്കേണ്ട സ്ഥലവും, കാരണം ജനസംഖ്യ ഇങ്ങനെ കൂടുകയാണ്, അത് അനിവാര്യമാണ്. അപ്പോൾ ഈ സയൻറ്റിഫിക്കായി ഒരു പക്ഷേ ഈ വീടുകളൊക്കെ കെട്ടി നിർത്തണം. നമ്മൾ ഈ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുമല്ലോ, ഈ വെള്ളത്തിന് പുറത്ത് ഈ തൂണുകളൊക്കെ ഉയർന്നു നിൽക്കുന്ന വീടുകളൊക്കെ. അത്തരത്തിൽ ഒപ്പം തന്നെ ഈ കോൺക്രീറ്റ് നിർമ്മിതികളൊക്കെ കുറയ്ക്കേണ്ടതിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അടുത്തിടെക്കായി ഇങ്ങനെ വരുന്നുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. അത്തരത്തിൽ കൂടി നമ്മളൊന്ന് മാറി ചിന്തിക്കണം. നിർമ്മാണ രീതി എങ്ങനെ വേണം ഒന്നുകൂടി മാറി ചിന്തിക്കേണ്ട സമയമായിട്ടില്ലേ, നമ്മുടെ ഒരു പരമ്പരാഗത രീതിയിൽ നിന്നൊക്കെ മാറി? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി മെൻഷൻ ചെയ്തിട്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുള്ളത്. കേരളത്തിലെ അദ്ദേഹത്തിനെ അവഗണിക്കാൻ പാടില്ലാത്ത ഒരു റിപ്പോർട്ടായിരുന്നു. എങ്ങനെ ഹൈ റേഞ്ചിൽ ജീവിക്കണം, എത്ര അച്ചടക്കത്തോടുകൂടി ജീവിക്കണം, ഇനി എത്ര കാലം ജീവിക്കണമെങ്കിൽ, കൂടുതൽ കാലം ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിച്ചാൽ മാത്രമേ അവിടെ അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് 22 ഡിഗ്രി ചരിവുള്ള സ്ഥലത്ത് കെട്ടിടങ്ങൾ വെക്കാൻ പാടില്ല, വളരെ വ്യക്തമായിട്ടുള്ളതാണ്. റോഡ് കൺസ്ട്രക്ഷൻ ഈ കേക്ക് കട്ട് ചെയ്ത പോലെ മലകളെ കട്ട് ചെയ്ത് ഒരു റോഡ് നിർമ്മാണം പാടില്ല. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് മുമ്പ് നടന്ന അപകടത്തിലൊക്കെ റോഡ് കട്ട് ചെയ്തേക്കണത് കേക്ക് പോലെയാണ്. അപ്പൊ അവിടെ വെള്ളം വരുമ്പോൾ ഈ റോഡടക്കം തള്ളിപ്പോരും. അതുപോലെ തന്നെ ഈ ഭാരവണ്ടികള്, ഈ ഹൈ റേഞ്ചിൽ കയറി ഇറങ്ങുന്ന ഭാരവണ്ടികൾ, അത് കരിങ്കല്ല് ലോറി ആയാലും വലിയ ബസ്സുകളായാലും കണ്ടെയ്നറുകളായാലും അതൊക്കെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കുന്നുകളെ ഇതുപോലെ വിറപ്പിച്ച് ഷിവർ ചെയ്തുകൊണ്ട് ഈ കുന്നും അങ്ങനെ പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഹൈ റേഞ്ചുകളുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ള നാഷണൽ ബിൽഡിംഗ് കോഡ് ഈ കേരളത്തിലുള്ള ജില്ലകളിൽ, മലകളുള്ള ജില്ലകളിൽ നടപ്പാക്കണം. നാഷണൽ ബിൽഡിംഗ് കോഡ് 1 നില 2 നില. ഇപ്പോൾ ന്യൂസിലാൻഡ് പോലുള്ള സ്ഥലത്ത് കുന്നുകൾ ഉണ്ടെങ്കിലും 1 നില 2 നിലയിലും വലിയ ബിൽഡിങ്ങുകളില്ല. അതിലും കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ നിലകളല്ല, അവർ ഈ കുന്നിലേക്ക് കിടത്തിയാണ് പണിയുന്നത്. അപ്പൊ ഒരിക്കലും ഉയരത്തിൽ വരില്ല. അപ്പൊ അത്തരത്തിലുള്ള ശാസ്ത്രീയം, അതുപോലെ ക്യാരിയിങ് കപ്പാസിറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ഥലത്ത് സംവഹന ശേഷി, ആ സ്ഥലത്തിന് പറ്റാത്തതിലധികം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുകയും വേസ്റ്റ് ഇടുകയും ആ പ്രദേശത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കുന്ന ആ പ്രവണത ഇല്ലാതാക്കാൻ വേണ്ടി ക്യാരിയിങ് കപ്പാസിറ്റി നോക്കണം. ഇപ്പം ഭൂതാറിനൊക്കെ സംഭവിക്കാൻ പോണത് അതാണ്. അവിടെ ചെല്ലാവുന്നതിനേക്കാളും എത്രയോ മടങ്ങ് വാഹനങ്ങളാണ് അവിടെ ചെല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ക്യാരിയിങ് കപ്പാസിറ്റി, സംവഹന ശേഷിയൊക്കെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, എല്ലാ വികസിക്കുന്ന നഗരങ്ങളിലും നടപ്പാക്കേണ്ടതുണ്ട്. അത്തരത്തില് നമ്മളൊരു അച്ചടക്കത്തോടു കൂടിയുള്ള വികസനം നടപ്പാക്കിയാൽ മാത്രമേ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ.